ഹലോ ഗേസ് 2025 നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ വെർഷനിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ 67 കിലോയിൽ നിന്ന് 52 കിലോയിലേക്ക് എത്താൻ വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളും എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓൾമോസ്റ്റ് ഒരു വർഷം മുമ്പ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 53 54 ആ ഒരു വെയിറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒരു 7 മാസം കൊണ്ട് ഒറ്റയടിക്കാണ് 67 കിലോയിലോട്ട് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഓൺലൈനായിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 7 മാസവും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തുവാ, നമ്മുടെ പേരൻസ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മ എപ്പോഴും നമുക്കിങ്ങനെ ഫുഡ് തന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ കഴിച്ചാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് 67 കിലോയിലോട്ട് ഞാൻ പോയത്. പിന്നെ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എനിക്ക് വണ്ണം വെച്ചാൽ അവരങ്ങനെ എൻ്റെ അടുത്ത് പറയില്ല, അയ്യോ നിനക്ക് വണ്ണം വെച്ചല്ലോ എന്ന്. കാരണം അവർക്ക് എല്ലാം ഞാൻ ഗുണ്ടുവിനെ പോലെ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. ഈ ഒരു 7 മാസവും ഞാനങ്ങനെ ഫുള്ള് റൂമിൽ തന്നെ ആയിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പുറത്തൊന്നും പോകുമെന്ന് വെച്ചാൽ ഭയങ്കര അപൂർവമായിട്ടെങ്ങാനും പുറത്ത് കടയിലോ അങ്ങനെ വല്ലതും പോയാൽ പോയി, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ വീട്ടിലെ ഡ്രസ്സായിരിക്കും ഇടുന്നത്. അതെന്ന് വെച്ചാൽ നല്ല ലൂസായിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് സ്വയം അങ്ങനെ വണ്ണം വെച്ചതായിട്ട് ചെറുതായിട്ട് അറിയാമെങ്കിലും ലൂസുള്ള ഡ്രസ്സായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല. പിന്നെ വീട്ടുകാരാണെങ്കിൽ പറയത്തുമില്ല. ആ ഒരു രീതിയിൽ എനിക്ക് ജസ്റ്റ് വണ്ണം വെച്ചെന്ന് ഞാൻ പോലും എന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അങ്ങനൊരു ടൈമായിരുന്നു അത്. 7 മാസം ആ ഒരു രീതിയിൽ തന്നെ പോയി. എനിക്ക് വണ്ണം വെച്ചതായിട്ടോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എന്നെ ആരും അങ്ങനെ കാണാൻ വരാറില്ലായിരുന്നു. അപ്പോഴത്തേക്കും വേറെ ആരും എൻ്റെ അടുത്ത് പറയുന്നോ ഇല്ല എനിക്ക് വണ്ണം വെച്ചേടി കൊള്ളത്തില്ല അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലോട്ട് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ 7 മാസം കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ചേച്ചിയുടെ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കസിനായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി. അപ്പോഴത്തേക്കും ഞാൻ കുറേ നാളിന് ശേഷമാണ് പുറത്ത് വന്നത്. അപ്പോഴത്തേക്കും ഞാനൊരു ഡ്രസ്സ്, എൻ്റെ പഴയ ഒരു ഡ്രസ്സ് എടുത്തിട്ടപ്പോഴത്തേക്കും അതാണെങ്കിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് ജസ്റ്റ് കഴുത്ത് മാത്രമേ കയറുന്നുള്ളൂ, അതിൻ്റെ താഴോട്ട് അത് വരുന്നതേ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വണ്ണം വെച്ച്. പക്ഷേ എനിക്ക് അത്ര നാളും എനിക്കറിയില്ലായിരുന്നു എനിക്ക് വണ്ണം വെച്ചെന്ന്. ചെറുതായിട്ട് അറിയാമെങ്കിലും ഇത്ര വണ്ണം വെച്ചെന്ന് ഞാൻ ആ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞു. എങ്കിലും പിന്നെ ഞാൻ ആ ഡ്രസ്സിൻ്റെ തയ്യലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് എങ്ങനെയൊക്കെയോ ഇട്ടുകൊണ്ടാണ് പോയത്. അന്ന് എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ട ഈ ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് എൻഗേജ്മെൻറ്റിനൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമമായത്. കാരണം എനിക്ക് എന്നെ കാണുമ്പോൾ എന്തോ ഒരു വല്ലായ്മ. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം അവിടെ ഉള്ളവരെ എല്ലാവരെയും കണ്ടപ്പോൾ എല്ലാവരും നല്ല മെലിഞ്ഞ് നല്ല അടിപൊളി, അവരെല്ലാം കാണാൻ അവരെല്ലാം നന്നായിട്ട് മെലിഞ്ഞ്. പക്ഷെ ഞാൻ മാത്രം ഇത്ര വണ്ണം വെച്ച് എന്തോ പോലെ, എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കെന്തോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയതാണ് ഇത് ശരിയാവത്തില്ല, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന്. അന്ന് ഈ ഫോട്ടോ എടുത്ത ടൈമിൽ അവരെല്ലാവരും എന്നെ കുറേ വിളിച്ചിട്ട് പോലും ഞാൻ ഫോട്ടോ എടുക്കാൻ പോയില്ല. പിന്നെ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു ഫോട്ടോ വേണ്ട, കൊള്ളത്തില്ല, എന്നെ കാണാൻ കൊള്ളില്ലെന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, എനിക്ക് എൻ്റെ പഴയ വെയിറ്റിലോട്ട് പോകണം, ഇതെനിക്ക് ശരിയാവത്തില്ല, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ യൂട്യൂബ് എടുത്തിട്ട് കുറേ വെയിറ്റ് ലോസ് ജേർണി, ഒരാഴ്ച കൊണ്ട് 10 കിലോ കുറയ്ക്കാം, 10 ദിവസം കൊണ്ട് 10 കിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസും കുറേ എക്സസൈസും എല്ലാം കണ്ടത്. ആ ഒരു ദിവസം ഫുൾ അതായിരുന്നു കണ്ടത്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഓക്കെ, ഇതൊക്കെ ഞാൻ നാളെ തൊട്ട് ചെയ്തു തുടങ്ങും, എനിക്ക് വെയിറ്റ് കുറയണം അങ്ങനെയൊക്കെ വിചാരിച്ചു. എന്നിട്ട് പിറ്റേന്ന് തൊട്ട് ഭയങ്കര ഡയറ്റ് എന്ന് വെച്ചാൽ ഒന്നും കഴിക്കാൻ പോലും തോന്നത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് വണ്ണം കുറച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ ഫുഡും എല്ലാം കൺട്രോൾ ചെയ്ത് ഞാൻ ഒരാഴ്ച നല്ല രീതിയിൽ ഫുഡ് കൺട്രോൾ ചെയ്ത്. ഭയങ്കര വിശപ്പായിരുന്നു. പക്ഷേ ഞാൻ ഷുഗർ എല്ലാം കട്ട് ചെയ്ത്, എല്ലാം ഒറ്റയടിക്ക് ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് വയ്യാണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. എനിക്ക് വണ്ണം കുറയ്ക്കണം, അതൊരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് പിന്നെ ഫസ്റ്റ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കാലിലൊക്കെ നല്ല വേദനയെങ്കിലും ഞാൻ അതൊക്കെ സഹിച്ച് കുറേ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കുറേ യൂട്യൂബിലൊക്കെ എന്നും പുതിയ പുതിയ വീഡിയോസ് കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്ക് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത്. 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി, തലവേദന വന്നു, തലകറക്കം വന്ന്, അങ്ങനെ മൊത്തം സീനായി. ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും എനിക്ക് കൗണ്ട് കുറവാണ്, BP കുറവാണ്, അത് കുറവാണ്, ഇത് കുറവാണ് എല്ലാം പറഞ്ഞ് പിന്നെ 2-3 ദിവസം ഫുൾ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഹെൽത്തൊക്കെ ഏകദേശം ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഈ ഒരാഴ്ച ഭയങ്കരമായിട്ട് അങ്ങ് ഒറ്റയടിക്കങ്ങ് ഡയറ്റിലോട്ട് പോയതല്ലോ, ഫുള്ളായിട്ടെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനോടും നല്ലൊരു ക്രേവിങ്സ് വന്നു. അപ്പോൾ ഞാൻ ഈ ഷുഗറും എല്ലാം ഒരാഴ്ച ഡയറ്റ് ചെയ്തതിൻ്റെ ഇരട്ടി ഞാൻ
അടുത്ത ആഴ്ച കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് വരുന്നത്. ഓ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എനിക്ക് പണി സെറ്റാവത്തില്ല, അങ്ങനെയൊക്കെ തോന്നി. ആ ഒരു രീതിയിൽ എൻ്റെ ഒരു മാസം അങ്ങനെ അങ്ങ് പോയി. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അവളും പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെച്ച്, പണ്ട് നിനക്കാണ് നല്ലതായിരുന്നു പക്ഷേ ഇപ്പോൾ കൊള്ളൂല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും വെയിറ്റ് ലോസ് ചെയ്യണമെന്നൊരാഗ്രഹം വന്ന്. അപ്പോഴത്തേക്കും ഞാൻ ഇനി എന്തായാലും പയ്യെ പയ്യെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് മാത്രമല്ല എനിക്ക് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ ഫുള്ള് പിമ്പിൾസ് വന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ആ പാടൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ പിമ്പിൾസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. എനിക്ക് വണ്ണം വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വന്നു എന്ന് വെച്ചാൽ ഒരു കുരുവിൻ്റെ പുറത്ത് വേറൊരു കുരു, അത്രയും ഇങ്ങനെ ഇവിടെ ഇത്രയും ഭയങ്കരമായിട്ട് പിമ്പിളായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കുറേ നാച്ചുറലായിട്ടുള്ള മെത്തേഡും അല്ലാണ്ട് കുറേ പ്രോഡക്ട്സും കുറേ കെമിക്കൽസും മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി എന്തൊക്കെയോ കാര്യം മുഖത്ത് തേച്ച് കുരു പോകാൻ വേണ്ടി, പക്ഷേ പോയില്ല. ലാസ്റ്റ് ഞാൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്തപ്പോഴാണ് എൻ്റെ കുരുവെല്ലാം, ഇപ്പോൾ ഫേസിൽ കുരുവൊന്നും ഇല്ല, പക്ഷേ ചെറിയ പാടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ പിമ്പിൾസ് കൂടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ എന്തായാലും വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഇതെന്ന് വെച്ചാൽ ക്രേവിങ്സ് വരാതെ എങ്ങനെയെങ്കിലും ഒരു മാസമെങ്കിലും ഡയറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഒരു ടീ ലവറാണ്. എനിക്ക് രാവിലെയും വൈകിട്ടും ടീ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദന വരും. അപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് മധുരമൊക്കെ ഇട്ട് കുടിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രേവിങ്സ് വരും. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗറില്ലേ അതിൻ്റെ പാതിയായിട്ട് ഞാൻ കുറച്ച്, ആദ്യത്തെ ഒരു 2-3 ദിവസം ഷുഗർ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ പാതിയാക്കി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാതീൻ്റെ പാതി ഒരു 1/4 ഭാഗമാക്കി, പിന്നെ അങ്ങനെ പയ്യെ പയ്യെ യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഷുഗർ യൂസ് ചെയ്യാറില്ല. ചായ കുടിക്കുമ്പോൾ ഒന്നും ഷുഗർ ഇല്ലാതാണ് കുടിക്കുന്നത്. ഷുഗർ കട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസിന് നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്ത് പറയും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ഗ്ലോയും എൻ്റെ കുരുവൊക്കെ അത്യാവശ്യം കുറയുന്ന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷുഗർ അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ അമ്മ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് അത് കഴിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അമ്മ ദോശയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് നല്ല വെയിറ്റ് ഉള്ളായിരുന്ന ടൈമിൽ ഞാൻ 4 ദോശയൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് കുറച്ച് 2 ദോശയിലോട്ട് മാറി. ആ 2 ദോശയിലോട്ട് മാറിയിട്ട് ഞാനതായിരുന്നു ഇപ്പം എന്ത് കഴിച്ചാലും അതിൻ്റെ അളവ് പകുതിയാക്കി. അങ്ങനെയായിരുന്നു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കുന്നത് തന്നെ കഴിക്കുന്നുള്ളായിരുന്നു. നമ്മളിങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും നല്ലൊരു വിശപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 2 ഈന്തപ്പഴവും അതുപോലെ തന്നെ ഈ ഒരു പഴം, ഇതിൻ്റെ പേര് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു തന്നത്, ഈ ഒരു പഴം ഒരെണ്ണം കഴിക്കും. അപ്പോഴത്തേക്കും തന്നെ വയറ് കുഴപ്പമില്ല, ഒന്ന് ശാന്തമായിട്ടിരിക്കും, നമുക്ക് 1 മണി വരെ പിടിച്ച് നിൽക്കാൻ പറ്റും. ആ ഒരു രീതിയിലായിരുന്നു ചെയ്തത്. പിന്നെ 1 മണിയാകുമ്പോൾ ചോറ് തന്നെയാണ് കഴിക്കുന്നത്. എങ്കിലേ എനിക്ക് എൻ്റെ ഒരു ക്രേവിങ്സ് അടക്കാൻ പറ്റും. കാരണം എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും ഞാൻ ചോറ് കഴിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നോർമലായിട്ട് കഴിക്കുന്നതിൻ്റെ ആദ്യം പാതിയാക്കി, പിന്നെ അതിൻ്റെ 1/4 ഭാഗമാക്കി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് ഒറ്റയടിക്ക് കുറയ്ക്കാതെ പാതിയായിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് കുറച്ചും വെജിറ്റബിൾസ് കൂടുതലും കഴിക്കാൻ തുടങ്ങി. ഇപ്പം തോരൻ, മെഴുക്കുവരട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ തോനെ കഴിച്ചിട്ട് ചോറ് കുറച്ച് കഴിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഈ സലാഡ്സ് ഒക്കെ ഇല്ലേ, വെയിറ്റ് ലോസ് സലാഡ്സ്, അതിൻ്റെയൊക്കെ റെസിപ്പി ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആ സലാഡ്സും അതൊക്കെയായിരുന്നു ഞാൻ കൂടുതലും ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് എന്നെ പോലെ വറുത്ത മീൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ അതെന്തായാലും കൺട്രോൾ ചെയ്തേ പറ്റൂ. നമ്മൾ കൂടുതലും വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ കൺട്രോൾ ചെയ്യുന്നത് 2 കാര്യം. ഒന്ന് ഓയിലി ആയിട്ടുള്ള ഫുഡ്. പിന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജങ്ക് ഫുഡ്സും എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിൽ എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ 2ാമത്തെ കാര്യം ഷുഗർ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യണം. അത് നമുക്ക് എന്തായാലും നമ്മുടെ വെയിറ്റ് ലോസിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരും, നല്ലൊരു ഗ്ലോ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വറുത്ത മീനൊക്കെ തിന്നണമെന്ന് തോന്നുവാണെങ്കിൽ ഈ വറുത്ത മീനൊക്കെ ഇലയിൽ വെച്ച്, എൻ്റെ അമ്മ എനിക്ക് അങ്ങനെയാണ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എണ്ണയിലിട്ട് ചെയ്യാണ്ട് ഇലയിലൊക്കെ പൊതിഞ്ഞിങ്ങനെ പൊള്ളിച്ച് തരത്തില്ലേ, ആ ഒരു രീതിയിലായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം, നമ്മുടെ ഹെൽത്തിനും ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ വറുത്ത മീൻ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കണം. അപ്പോൾ കഴിക്കരുതെന്ന് നമുക്കൊരിതില്ല, അപ്പോൾ നമ്മുടെ ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു കിട്ടും. ഈ ഒരു രീതിയിലായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വൈകിട്ട് ടീ ടൈം ആകുമ്പോൾ എനിക്ക് എന്തായാലും ടീ കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഭയങ്കര തലവേദന വരുന്ന ഒരാളാണ്. അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും കുടിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പിന്നെ ലാസ്റ്റ് ഷുഗർ ഇല്ലാണ്ടാണ് ഞാൻ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ടീ കുടിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് നമുക്ക് എന്തായാലും ഒരു തോട്ട് വരും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു 5 അണ്ടിപ്പരിപ്പോ 5 ബദാമോ അതൊക്കെ കഴിക്കാം. 5-ൽ കൂടുതൽ ഒന്നും കഴിക്കരുത് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ, ഓറഞ്ച് അതൊക്കെ കഴിക്കാം. പിന്നെ അവക്കാഡോ ഒന്നും കഴിക്കരുത്. അതിനകത്ത് നല്ല കലോറി ഉണ്ട്. നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വയറ് നിറഞ്ഞും ഇരിക്കണം, പക്ഷേ കലോറി കുറവുള്ള ഫുഡും ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആപ്പിളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു പ്രശ്നമില്ലെന്ന്. പിന്നെ രാത്രിയിലത്തെ ഫുഡെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഓട്സ് വെച്ചൊക്കെ എന്തെങ്കിലും കഴിക്കാം. പക്ഷേ എന്ത് ചെയ്താലും നിങ്ങൾ രാത്രിയിൽ ചോറ് കഴിക്കരുത്. അത് ഉറപ്പായിട്ടും നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയെ എഫക്റ്റ് ചെയ്യും. നിങ്ങൾ ചോറ് കഴിക്കുകയേ ചെയ്യരുത്. ഞാൻ എന്തായിരുന്നു രാത്രിയിൽ കഴിച്ചതെന്നുള്ളത് പറഞ്ഞുതരാം. 2 എഗ്ഗ് എടുത്തിട്ട് ബോയിൽ ചെയ്യും. നന്നായിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയില്ലേ, അത് കുറച്ച് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് സാധാരണ അങ്ങനെ മുട്ട തിന്നാൻ ഇഷ്ടമല്ല, പക്ഷേ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒന്നുകിൽ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, സലാഡ്സ്, അല്ലെങ്കിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്. ഒന്നുകിൽ രണ്ടും കൂടെ കഴിക്കത്തില്ല. ഒന്നുകിൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്. ഇതിലേതെങ്കിലും കഴിക്കും. എന്തായാലും പറ്റുന്നവരെല്ലാം രാത്രിയിൽ ഇത് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. കാരണം ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസിനകത്തുള്ള മെയിൻ ഒരു ഘടകം. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് പകരം ഞാനൊരു ഡ്രിങ്ക് കുടിക്കുമായിരുന്നു. രാവിലെ ചായ എല്ലാം കുടിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഞാൻ വെറും വയറ്റിൽ ഒരു ഡ്രിങ്ക് കുടിക്കുമായിരുന്നു. അതാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. കാരണം ഞാൻ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എക്സസൈസ് ചെയ്യുന്നതിന് പകരം ആ ഒരു ഡ്രിങ്ക് ആയിരുന്നു കുടിക്കുന്നത്. കാരണം അത് അത്രയും അടിപൊളിയാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഒരു 50% എൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടി സഹായിച്ചത് ആ ഒരു ഡ്രിങ്ക് മാത്രമാണ്. പിന്നെ ഞാൻ ചെയ്ത ഈ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഈ ഒരു ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ചെയ്തു. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ ഓവറായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നില്ല. എല്ലാം ഒരു മിനിമലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടില്ലെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ ആദ്യത്തെ മാസം തന്നെ എൻ്റെ 4 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് വന്നു. ഇതെന്തായാലും എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു വിശ്വാസം വന്നു. പിന്നെ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ ആദ്യത്തെ ഒരു 2-3 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. എനിക്ക് പേഴ്സണലി അങ്ങനെയായിരുന്നു. ഒരു 3 ദിവസം നല്ല വിശപ്പായിരുന്നു. കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എങ്കിലും ഒരു 4-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വിശപ്പില്ല. എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു രീതിയിലോട്ടായി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും ഇത് പറ്റും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഫുഡ് ഒറ്റയടിക്ക് കുറച്ച് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കരുത്. എല്ലാം പയ്യെ ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എനിക്കൊരു 3 മാസം കൊണ്ടാണ് ആൾമോസ്റ്റ് 15-14 കിലോയൊക്കെ കുറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കുറയ്ക്കാൻ പറ്റും. പിന്നെ എനിക്ക് ജിമ്മിൽ പോകുന്ന കാര്യങ്ങളൊന്നും ഒട്ടും സെറ്റ് ആവത്തില്ല. കാരണം എനിക്ക് ഭയങ്കര എല്ലാ കാര്യം ചെയ്യാൻ ഭയങ്കര നാണമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കത് സെറ്റ് ആവത്തില്ല. അപ്പോൾ എന്നെപ്പോലെ ജിമ്മിലൊക്കെ പോകാൻ നാണമുള്ളവർക്കും ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഇത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ തന്നെ നമ്മുടെ പാതി വണ്ണം നമ്മൾ പോലും അറിയത്തില്ല. ഇത് മെയിനായിട്ട് നമ്മുടെ വയറാണ് കുറയ്ക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ കുറേ കമൻസ് ഒക്കെ വരുമായിരിക്കും, അങ്ങനെയൊന്നും വണ്ണം കുറയില്ലെന്ന്. പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ആ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതും എല്ലാം ഞാൻ ഷെയർ ചെയ്യാവേ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഭയങ്കര മെലിഞ്ഞിട്ടാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോഴും അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഇതിൽ കൂടുതൽ വണ്ണം കുറച്ചാൽ നല്ലതായിരിക്കുമോ അതോ ഇതായിരിക്കുമോ നല്ലത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വായിക്കാനും നിങ്ങളോട് സംസാരിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് പറയണമെങ്കിൽ ജിമെയിൽ ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.